ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ അടിയന്തര പരിഷ്കാരങ്ങൾ വേണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ. ബഹുസ്വരതയുടെയും ആഗോള ചലനാത്മകതയിലെ മാറ്റങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിന്റെ സമഗ്രമായ പരിഷ്കാരങ്ങൾക്ക് ഇന്ത്യ ആഹ്വാനം ചെയ്തു. നിലവിലെ ഘടന കഴിഞ്ഞ കാലഘട്ടത്തിലെ ഭൗമരാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ പ്രതിഫലിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടി. അന്താരാഷ്ട്ര നിയമവാഴ്ച പുനഃസ്ഥാപിക്കൽ, സമാധാനം, നീതി, ബഹുരാഷ്ട്രവാദം എന്നിവ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള വഴികൾ എന്ന വിഷയത്തിൽ UN സുരക്ഷാ കൗൺസിൽ തുറന്ന സംവാദത്തിൽ സംസാരിച്ച ഇന്ത്യയുടെ UNലെ സ്ഥിരം പ്രതിനിധി അംബാസഡർ ഹരീഷ് പർവതനേനി ബഹുരാഷ്ട്രവാദത്തിന്റെയും അന്താരാഷ്ട്ര നിയമവാഴ്ചയുടെയും വിശ്വാസ്യത ആഗോള ഭരണഘടനകളെ സമകാലിക ഭൗമരാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുത്തുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് വാദിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിന്റെ കാതലായ കൽപ്പനയുടെ കാതലാണ് നിയമവാഴ്ച. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്താൻ, സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനും അംഗരാജ്യങ്ങൾക്കിടയിൽ വിശ്വാസം വളർത്തുന്നതിനും ഇത് നിർണായകമാണ്, അംബാസഡർ വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭയെ കേന്ദ്ര ബിന്ദുവായി കണക്കാക്കി സാർവത്രിക അംഗത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള ബഹുരാഷ്ട്രവാദം ഗണ്യമായ സമ്മർദ്ദത്തിലാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബജറ്റ് വെല്ലുവിളികൾക്കപ്പുറം സംഘർഷങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിലെ തളർവാദവും ഫലപ്രാപ്തിയുടെ അഭാവവും പ്രധാന പോരായ്മകളായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുക എന്ന പ്രാഥമിക ദൗത്യം നിറവേറ്റുന്നതിൽ UN പരാജയപ്പെടുന്നു എന്ന ധാരണ വളർന്നുവരാൻ ഇത് കാരണമായി. ഒരു പ്രവണത ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളെ കൂടുതൽ ദുർബലപ്പെടുത്തുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സുരക്ഷാ കൗൺസിലിന്റെ കൽപ്പനയുടെ കാതലായ ഭാഗമാണ് നിയമവാഴ്ചയെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. എന്നാൽ അത് സൈദ്ധാന്തികമായി തുടരാൻ കഴിയില്ലെന്നും വ്യക്തമാക്കി. അതേസമയം അമൂർത്തമായ നിയമനിർമ്മിതികളിൽ നിന്നും ആളുകൾക്ക് വ്യക്തമായ ഫലങ്ങൾ നൽകുന്ന പ്രായോഗിക പരിഹാരങ്ങളിലേക്ക് മാറണമെന്നും ആവശ്യപ്പെട്ടു. നിയമവാഴ്ച നടപ്പിലാക്കാൻ കഴിയാതെ ശൂന്യമാണ്. നിഗൂഢമായ നിർമ്മിതികളിൽ നിന്നും നമ്മുടെ പൗരന്മാരുടെ ദൈനംദിന ജീവിതത്തിൽ പോസിറ്റീവായ സ്വാധീനം ചെലുത്തുന്ന പ്രായോഗിക പരിഹാരങ്ങളിലേക്കും ഫലങ്ങളിലേക്കും ശ്രദ്ധ മാറണം. രാഷ്ട്രീയ, സാമ്പത്തിക, സാങ്കേതിക മേഖലകളിലുടനീളമുള്ള ദ്രുതഗതിയിലുള്ള പരിവർത്തനം എടുത്തു കാണിച്ചുകൊണ്ട് കാലഹരണപ്പെടൽ തടയുന്നതിന് അന്താരാഷ്ട്ര നിയമ സ്ഥാപന ചട്ടക്കൂടുകളുടെ തുടർച്ചയായ അവലോകനത്തിന്റെയും അപ്ഡേറ്റിന്റെയും ആവശ്യകത അദ്ദേഹം അടിവരയിട്ടു. ബഹുരാഷ്ട്രവാദവും അന്താരാഷ്ട്ര നിയമവാഴ്ചയും ഫലപ്രദവും വിശ്വസനീയവുമായി തുടരണമെങ്കിൽ ആഗോള ഭരണഘടനകൾ, മാറിക്കൊണ്ടിരിക്കുന്ന അധികാര ചലനാത്മകത, ജനസംഖ്യാശാസ്ത്രം, ആഗോള വെല്ലുവിളികൾ എന്നിവയ്ക്ക് അനുസൃതമായി പരിഗണിക്കണമെന്ന് അദ്ദേഹം വാദിച്ചു. തുടർച്ചയായ അവലോകനം, നവീകരണം, പുനരുജ്ജീവിപ്പിക്കൽ എന്നിവ കാലഹരണപ്പെടൽ ഒഴിവാക്കാൻ അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സുരക്ഷാ കൗൺസിലിന്റെ പരിഷ്കരണത്തിൽ അതിന്റെ നിയമസാധുത, പ്രാതിനിധ്യം, ഫലപ്രാപ്തി എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് സ്ഥിരവുമല്ലാത്തതുമായ വിഭാഗങ്ങളിലെ വിപുലീകരണം ഉൾപ്പെടുത്തണമെന്നും ഇന്ത്യയുടെ ദീർഘകാല നിലപാട് പർവതനേനി ആവർത്തിച്ചു. ബഹുരാഷ്ട്രീയതയും അന്താരാഷ്ട്ര നിയമവാഴ്ചയും ഫലപ്രദവും വിശ്വസനീയവുമായി തുടരണമെങ്കിൽ ആഗോള ഭരണഘടനകൾ സമകാലിക യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിക്കുന്ന തരത്തിൽ പരിണമിക്കേണ്ടതുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ നിലവിലെ ഘടന, പ്രത്യേകിച്ച് സുരക്ഷാ കൗൺസിലിന്റെ ഘടന, പഴയ കാലഘട്ടത്തിലെ ഒരു ഭൗമരാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ പ്രതിഫലിക്കുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ 8 പതിറ്റാണ്ടുകളായി അധികാര ചലനാത്മകത, ജനസംഖ്യാശാസ്ത്രം, ആഗോള വെല്ലുവിളികളുടെ സ്വഭാവം എന്നിവയിൽ ഉണ്ടായ ആഴത്തിലുള്ള ആഗോള പരിവർത്തനത്തിന്റെ വെളിച്ചത്തിൽ സ്ഥിരമല്ലാത്തതുമായ വിഭാഗങ്ങളിലെ വിപുലീകരണം ഉൾപ്പെടെയുള്ള സമഗ്രമായ പരിഷ്കാരങ്ങൾ ഏറ്റെടുക്കേണ്ടതിന്റെ അടിയന്തരവും നിർബന്ധിതവുമായ ആവശ്യകതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.